കന്യാകുമാരിയിൽ 23-ന് എത്തിയ മൺസൂൺ ഒറ്റ ദിവസം കൊണ്ട് ഗോവ കൊങ്കൺ തീരം കവർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് ഫാസ്റ്റായിട്ടുള്ള പ്രൊപ്പഗേഷനാണ്. ഏകദേശം ഒരു 10 ദിവസം, അതായത് കന്യാകുമാരി മൺസൂൺ അല്ലെങ്കിൽ കേരളത്തിൽ മൺസൂൺ എത്തിക്കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഗോവയിലും മഹാരാഷ്ട്രയിലും മൺസൂൺ എത്തുന്നത്. ഈ ഒരു മഴ കൊണ്ട് തന്നെ നമ്മുടെ ഭൂപ്രദേശം മൊത്തം ജലപൂരിതമാകും. നെൽവയലുകളായാലും തണ്ണീർത്തടങ്ങളായാലും എല്ലാം സാച്ചുറേറ്റഡ് ആകും. അതിൻ്റെ മേലിൽ നമ്മൾ ജൂലൈയിൽ കിട്ടുന്ന സ്പെല്ല് തൊട്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ, പ്രത്യാഘാതങ്ങളും കൂടുതലായിട്ടുണ്ടാകും. മഴയുടെ പെയ്ത്ത് രീതി, മിതമായ മഴ ദിനങ്ങൾ കുറയുന്നു, അതിതീവ്രമായിട്ടുള്ള മഴ ദിനങ്ങൾ കൂടുന്നു. അതോടൊപ്പം തന്നെ മേഘങ്ങളുടെ ഘടനയിൽ മാറ്റം വരുന്നു. ആ മേഘങ്ങളുടെ ഘടനയിൽ മാറ്റം വരുന്നതുകൊണ്ടാണ് പ്രാദേശികമായിട്ടുള്ള മിന്നൽ പ്രളയങ്ങൾക്കും ഈ മിന്നൽ ചുഴികൾക്കും അതോടൊപ്പം തന്നെ ലൈറ്റ്നിങ് തുടങ്ങിയുള്ള അപകട സാധ്യതകൾ മൺസൂൺ സമയത്തും കൂടി വരുന്നു എന്നുള്ളതാണ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടായാലും കേരളത്തിൽ മഴ കിട്ടാനുള്ള കാരണം അതാണ്. ആ ഒരു റിമോട്ട് കണക്ഷനാണ്. കുസാറ്റ് കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ് ആണ് ദ അഭിമുഖത്തിൽ. സ്വാഗതം. നമ്മൾ മാർച്ച് ആദ്യവാരാണ് ഇതുപോലെ ഇരുന്ന് സംസാരിച്ചത്. അതികഠിനമായ ചൂട് വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന സമയമായിരുന്നു. അതിന്റെ എൻഡിൽ നമ്മൾ സംസാരിച്ചു വെച്ചത് മെയ് അവസാനത്തോടെ മൺസൂൺ എത്തുമെന്നുള്ളതും ശക്തമായ ഇടിമിന്നൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ഏകദേശം അതൊക്കെ യാഥാർത്ഥ്യമായ ഒരു സമയത്താണ് നമ്മൾ രണ്ടാമതിരിക്കുന്നത്. കണക്ക് പ്രകാരം കാലാവസ്ഥ വകുപ്പിന്റെ ഒക്കെ നിരീക്ഷണത്തിന്റെയും അറിയിപ്പുകൾ പ്രകാരം മൺസൂൺ നേരത്തെ എത്തി എന്നുള്ളതാണ് വാർത്തകളിലൊക്കെ കാണുന്നത്. എന്തുകൊണ്ടാണ് മൺസൂൺ നേരത്തെ എത്തിയത്? 2009 ശേഷം ഇത്രയും നേരത്തെ മൺസൂൺ ഇപ്പോഴാണ് എത്തുന്നത്, ഒരു 17 വർഷങ്ങൾക്ക് ശേഷം. അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേയൊക്കെ ടെലി കണക്ഷൻ, അത് പസഫിക്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമൊക്കെ നിലനിൽക്കുന്ന ഒരു സമുദ്ര ഘടകങ്ങൾ അനുകൂലമായിട്ട് വന്നു. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ഇതിനെ ട്രിഗർ ചെയ്ത് കൊണ്ടുവന്നതെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മൺസൂൺ ഓൺസെറ്റിന് തൊട്ട് മുമ്പ് തന്നെ അറബിക്കടലിൽ പണ്ടുകാലത്തൊരു ചെറിയ ചക്രവാത ചുഴിയായിട്ട് ഫോം ചെയ്തിരുന്ന ഓഫ് ഷോർ വോർട്ടക്സ് എന്നൊക്കെ പറയും. അതിന് ചക്രവാത ചുഴി എന്നാണ് പറയുന്നത്. പക്ഷെ അത് കൂടുതൽ ഇൻറ്റൻസിഫൈ ചെയ്ത് പല അവസരങ്ങളിലും ന്യൂനമർദ്ദങ്ങളും അതിതീവ്ര ന്യൂനമർദ്ദവും ഒരു പക്ഷേ അത് സൈക്ലോണായിട്ട് മാറുന്ന ഒരു പ്രവണത ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഇത്തരം സൈക്ലോണുകളുടെ വരുമ്പോഴേക്കും മൺസൂൺ കാറ്റിനെ അത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സഹായിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ വർഷം തന്നെ എടുത്തു കഴിഞ്ഞാൽ കന്യാകുമാരിയിൽ 23-ന് എത്തിയ മൺസൂൺ ഒറ്റ ദിവസം കൊണ്ട് ഗോവ കൊങ്കൺ തീരം കവർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് ഫാസ്റ്റായിട്ടുള്ള പ്രൊപ്പഗേഷനാണ്. ഏകദേശം ഒരു 10 ദിവസം, അതായത് കന്യാകുമാരി മൺസൂൺ അല്ലെങ്കിൽ കേരളത്തിൽ മൺസൂൺ എത്തിക്കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഗോവയിലും മഹാരാഷ്ട്രയിലും മൺസൂൺ എത്തുന്നത്. ഇത് കന്യാകുമാരിയിൽ മൺസൂൺ എത്തിയ അതേ ദിവസം തന്നെ ഗോവയിലും മഹാരാഷ്ട്രയിലും മൺസൂൺ എത്തുന്ന തരത്തിലേക്ക് മൺസൂണിൻ്റെ ആ ഒരു പ്രൊപ്പഗേഷൻ, അതായത് നോർത്ത് വേഡ് പ്രോഗ്രഷൻ എന്നൊക്കെ പറയും, നോർത്ത് വേഡ് മൂവ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ക്ലൗഡിൻ്റെ. അപ്പോൾ അതൊക്കെ മാറി. അത് മാറിയിട്ട് അതിന് കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞതാണ്, നമ്മൾ അന്തരീക്ഷ ചുഴി, അതായത് ചക്രവാത ചുഴി ന്യൂനമർദ്ദമായിട്ട് മാറുന്നു. അത് കൂടുതൽ മൺസൂൺ ക്ലൗഡിനെ പുള്ളി ചെയ്യും. അപ്പോൾ അങ്ങനെ ആണ് ഇതിൻ്റെ ഫാസ്റ്റ് പ്രൊപ്പഗേഷൻ നടക്കുന്നത്. അപ്പം കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഈ ചക്രവാത ചുഴി ചുഴലിക്കാറ്റായിട്ട് മാറുമ്പോൾ സംഭവിക്കുന്നത്, അത് ചുഴലിക്കാറ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ മൺസൂൺ കാറ്റിനെയും മൺസൂണിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആ ഒരു മേഘക്കൂട്ടങ്ങളെയൊക്കെ ഇതങ്ങ് അട്രാക്ട് ചെയ്ത് അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകും. അതിനുശേഷം ആ സൈക്ലോൺ ഡിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മഴ കിട്ടത്തുള്ളൂ. പക്ഷേ അതിൽ നിന്ന് വിപരീതമായി ഈ പ്രാവശ്യം കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ആ ന്യൂനമർദ്ദം വെൽമാക്ഡ് ലോ ആയിട്ട് വീക്കൻ ചെയ്തു. അപ്പോൾ അതിനോടനുബന്ധിച്ച് അത് വീക്കൻ ചെയ്തതോടുകൂടി ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദത്തിൻ്റെ സാധ്യത ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അപ്പം ആ ന്യൂനമർദ്ദം, ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകാൻ പോകുന്ന ആ ഒരു ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീനത്തിൽ നമ്മുടെ പടിഞ്ഞാറൻ കാറ്റ് കൂടുതൽ ശക്തി പ്രാപിച്ചിട്ടാണ് നമുക്ക് ഈ അടുത്ത 1-2 ദിവസം കൂടുതൽ ശക്തമായ മഴക്കുള്ള സാധ്യത നിലനിൽക്കുന്നത്. ഈ മൺസൂൺ നേരത്തെ എത്തുന്നത് മഴയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എങ്ങനെയാണ്? കാരണം കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ ശക്തമായ മഴ രാത്രിയും പകലും ഒരുപോലെ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ മൺസൂൺ നേരത്തെ എത്തി എന്നുള്ളത് മഴയിൽ ഏതുതരം ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മൺസൂൺ കാലഘട്ടം ഈ നിർണ്ണയിക്കുന്നത് ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെയാണ്. പക്ഷേ എന്നാലും മൺസൂൺ ടെക്നിക്കലി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അതായത് മെയ് മാസത്തിലുള്ള ഈ മഴയും കൂടെ മൺസൂണിൻ്റെ മഴയാണ്. പക്ഷേ അത് നമ്മൾ മൺസൂൺ മഴയുടെ പാർട്ടായിട്ട് കൂട്ടാറില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ നമ്മൾ ഒരു
ഒരു മൺസൂണിനെ ഒരു ഫുൾ സിസ്റ്റമായിട്ട് നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ഇപ്പം മെയ് മാസം തൊട്ട് മൺസൂണുമായിട്ട് ബന്ധപ്പെട്ട മഴ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഇത് വരുന്നത് സ്പെല്ലുകളായിട്ടാണ്. ഇപ്പം 3-4 ദിവസം നല്ല അതിശക്തമായിട്ടുള്ള മഴ വരും. അത് കഴിഞ്ഞിട്ട് ഇത് വടക്കോട്ട് ഇതിൻ്റെ ക്ലൗഡ് ബാൻഡ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ചെറിയ മഴയ്ക്ക് ഒരു ശമനം ഉണ്ടാകും കുറച്ച് കാലത്തേക്ക്, 10-15-20 ദിവസം വരെയൊക്കെ. അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് ഉള്ള ഒരു സ്പെല്ല് വരുന്നത്. അപ്പോൾ നേരത്തെ മൺസൂൺ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു സീസണിൽ ഇത്തരം ആക്റ്റീവ് സ്പെൽ എന്ന് പറയും, മൺസൂൺ സജീവ കാലഘട്ടത്തിലേക്ക് കടക്കുന്ന അവസരങ്ങളുണ്ട് ഓരോ പ്രദേശത്തും. അപ്പോൾ ആ സജീവ കാലഘട്ടത്തിലേക്ക് കടക്കുന്ന അവസരങ്ങളിലാണ് ഈ പറഞ്ഞ പോലെ കേരളത്തിലുമൊക്കെ നമ്മൾ എല്ലാ വർഷവും എല്ലാ മൺസൂൺ സീസണും നമ്മൾ ഇപ്പോൾ മൺസൂൺ സീസണിൽ ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ പറയുന്നത് ഒരു മൺസൂണിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഭാസങ്ങളാണ്, സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിപ്പം കൂടുതൽ അത് വലിയ തോതിൽ എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ച് കൂടുന്നത് കൊണ്ടാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ മൺസൂൺ മഴയുടെ പാറ്റേണിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഇപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവേളകളുടെ ശക്തമായിട്ടുള്ള മഴയാണ്. ഒരു സ്പെല്ല് വന്നു കഴിഞ്ഞാൽ നല്ല തോതിൽ ഇന്റൻസ് ആയിട്ടുള്ള മഴ കൂടുതലുണ്ട്. അപ്പൊ അതിന് അങ്ങനെ മഴയുടെ ഇന്റൻസിറ്റി, മഴയുടെ വിതരണത്തിൽ മാറ്റത്തോടൊപ്പം തന്നെ മഴയുടെ ആ ഒരു ശക്തിയിലുള്ള മാറ്റം, അതായത് മഴ കൂടുതലും അതിതീവ്രമായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. അപ്പൊ അതിതീവ്ര മഴയുടെ പാറ്റേണിലേക്ക് മഴപ്പെയ്ത്തിന്റെ രീതി മാറിയത് നമ്മുടെ ആണ് കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത്. സീസണിൽ നമുക്ക് കിട്ടേണ്ട ഒരു മൺസൂൺ സീസണിൽ കിട്ടേണ്ട മഴയൊക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ മിതമായ മഴ ദിനങ്ങൾ കുറയുകയും അതിതീവ്രമായിട്ടുള്ള സാധാരണഗതിയിലേക്ക് മഴ ദിനങ്ങൾ കൂടുകയും ചെയ്യുന്നത്. അപ്പൊ ഈ മഴ എത്ര ദിവസം തുടരാമെന്നുള്ളതും ഇനിയുള്ള ഒരു പാറ്റേൺ എങ്ങനെയാണ്? ഈ ഒരു സ്പെല്ലെന്ന് പറഞ്ഞാൽ മൺസൂണിന്റെ തുടക്കത്തിൽ വരുന്ന സ്പെല്ലാണ്. അതൊരു 4-5 ദിവസം സ്വാഭാവികമായിട്ടും അതൊരു ആക്റ്റീവ് സ്പെല്ലെന്ന് പറയുന്നത് ഒരു 4-5 ദിവസം നീണ്ടു നിൽക്കും. അപ്പോൾ ആ 4-5 ദിവസം നീണ്ടു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇത് ബ്രേക്ക് സിറ്റുവേഷനിലേക്ക് പോകും, ഒരു നിർജീവ കാലഘട്ടത്തിലേക്ക് പോകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ഒട്ടും കിട്ടുക എന്നുള്ളതല്ല, ആ സമയത്താണ് ചിലപ്പം തണ്ടർ സ്റ്റോംസും ഈ ലൈറ്റ്നിങ്ങും ഒക്കെ ഉണ്ടാകുന്നത്, മഴമേഘങ്ങൾ കൂടുതലുണ്ടാകുന്നത്, അതായത് കൂമ്പാര മേഘങ്ങളൊക്കെ ഉണ്ടാകുന്നത് നിർജീവ കാലഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ അതിന് സാധ്യത. അപ്പം ആ സമയത്ത് മഴ കിട്ടത്തില്ല എന്നുള്ളതല്ല പറയുന്നത്. പക്ഷെ ഇങ്ങനെ വ്യാപകമായിട്ട് രാവിലെ തൊട്ട് രാത്രിയിൽ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഇങ്ങനെ നീണ്ടു നിന്ന് പെയ്യുന്ന ആ ഒരു മഴയുടെ പാറ്റേൺ മാറിയിട്ട് ലോക്കലൈസ്ഡ് ആയിട്ട് ചെറിയ ചില ചുരുങ്ങിയ സമയത്ത് മാത്രം കിട്ടുന്ന മഴയുടെ പാറ്റേണിലേക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് മാറും. അത് ഒരു 10-15 ദിവസം കണ്ടിന്യൂ ചെയ്യും. ഒരു ജൂൺ പകുതി വരെയൊക്കെ, അല്ലെങ്കിൽ ജൂൺ 20 വരെയൊക്കെ, 15 വരെയൊക്കെ ആ ഒരു ചെറിയ തോതിലുള്ള മഴയുടെ പാറ്റേൺ കണ്ടിന്യൂ ചെയ്തിട്ട് വീണ്ടും ഇത് ഒരു സജീവ കാലഘട്ടത്തിലേക്ക് 15-20 ദിവസം കഴിയുമ്പോൾ മാറും എന്നുള്ളതാണ്. ഈ വർഷത്തെ പ്രീ മൺസൂൺ എന്ന് പറയുന്നത് നമുക്ക് നല്ല തോതിൽ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ പ്രീ മൺസൂൺ ഷവേഴ്സ് കിട്ടിയ ഒരു വർഷമാണ് ഈ വർഷം. പ്രത്യേകിച്ചും പ്രീ മൺസൂണിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് ഈ തണ്ടർ ക്ലൗഡ്സ്, ഈ ലൈറ്റ്നിങ് കൂടുതലുണ്ടാകുന്ന, ഇടിമിന്നൽ മേഘങ്ങൾ കൂടുതലുണ്ടാകുന്ന, പ്രീ മൺസൂൺ ഷവേഴ്സ് കൂടുതലുണ്ടാകുന്നത് തിരുവനന്തപുരം തൊട്ട് ഇടുക്കി അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ല വരെയുള്ള ഭാഗങ്ങളിൽ. അതും പ്രത്യേകിച്ചും ഇത്തരം മേഘങ്ങൾ കൂടുതലും കേന്ദ്രീകരിക്കപ്പെടുന്നത് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളുടെ ആ ഒരു ട്രൈ ജംഗ്ഷൻ എന്ന് പറയാം, ആ ഒരു ബോർഡർ ഏരിയയിലാണ് ഇത്തരം ഇടിമിന്നൽ മേഘങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത്. അതിൻ്റെ ഇൻറ്റൻസിറ്റിയും ഫ്രീക്വൻസിയും അവിടെയാണ് കൂടുതൽ. അപ്പം ആ പ്രദേശങ്ങളിൽ മൺസൂൺ വരുന്നതിന് മുമ്പ് തന്നെ പ്രീ മൺസൂൺ മഴ തന്നെ നല്ല തോതിൽ കിട്ടിയിരിക്കുന്ന അവസരമാണ്. അപ്പോൾ ഇപ്പോഴാണ് ആ അവസരത്തിലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ മൺസൂണിന്റെ തുടക്കത്തിലും വലിയൊരു മഴ കിട്ടാൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓൾറെഡി തന്നെ ആ പ്രദേശങ്ങളിലെ മണ്ണും ഒക്കെ ജലപൂരിതമായിട്ട് സാച്ചുറേറ്റഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ വീണ്ടും ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു പക്ഷേ അത്തരം ഭൂപ്രകൃതിക്ക് താങ്ങാൻ സാധിക്കില്ല. അപ്പം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകേണ്ട സാധ്യത കൂടുതലാണ്. അതേസമയം ഒരു ഡ്രൈ ആയിട്ടുള്ള പ്രീ മൺസൂൺ കഴിഞ്ഞ് കിട്ടുന്ന മഴയായിരുന്നെങ്കിൽ നമുക്കത് വലിയ വിഷയം ഉണ്ടാകില്ല. പക്ഷെ ഇവിടെ പ്രീ മൺസൂൺ മഴ, അതിനുശേഷം മൺസൂൺ നേരത്തെ എത്തുന്നു. അതിന്റെ തുടക്ക ദിവസങ്ങളിൽ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന 2-3 ദിവസം ആകുമ്പോൾ കുറെ കൂടെ ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളത് ഇനി ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹെവി ഇമ്പാക്റ്റ് കൂടെ ആശങ്കപ്പെടുത്തുന്ന കാര്യമല്ലേ? അല്ല, ഇതിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഈ മൺസൂൺ സജീവ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കിട്ടുന്ന അതിതീവ്ര മഴയെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങൾ മുൻകൂട്ടി കാണേണ്ടതായിട്ടുണ്ട്. അപ്പം ആദ്യത്തെ സ്പെല്ല്, ജൂണിൽ കിട്ടുന്ന ആദ്യത്തെ സ്പെല്ലിൻ്റെ ഇമ്പാക്റ്റ് ആയിരിക്കത്തില്ല ജൂൺ 2ാമത്തെ സ്പെല്ല് അല്ലെങ്കിൽ ജൂലൈയിൽ ആദ്യം കിട്ടാൻ പോകുന്ന സ്പെല്ല്. കാരണം ഓൾറെഡി തന്നെ ഈ ജൂണിൽ കിട്ടിയ മഴ കൊണ്ട്
ഏകദേശം കണ്ടീഷൻസൊക്കെ ഈ ദുരന്ത സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഒരു മഴയാണ് തുടക്കത്തിൽ കിട്ടുന്നത്. അതിനുശേഷം വരുന്ന മഴയാണ് പല പ്രദേശങ്ങളിലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും മണ്ണിടിച്ചിട്ടുണ്ടാകാനും വെള്ളപ്പൊക്ക സാധ്യതയുള്ള, കാരണം ഓൾറെഡി നമ്മുടെ ഈ ഒരു മഴ കൊണ്ട് തന്നെ നമ്മുടെ ഭൂപ്രദേശം മൊത്തം ജലപൂരിതമാകും. നെൽവയലുകളായാലും തണ്ണീർത്തടങ്ങളായാലും എല്ലാം സാച്ചുറേറ്റഡ് ആകും. അതിൻ്റെ മേലിൽ നമ്മൾ ജൂലൈയിൽ കിട്ടുന്ന സ്പെല്ല് തൊട്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ, പ്രത്യാഘാതങ്ങളും കൂടുതലായിട്ടുണ്ടാകുന്നത്. പക്ഷേ എന്നാൽ പോലും അത് പറയുമ്പോൾ പോലും അതിതീവ്രമായിട്ടുള്ള ഈ മേഘവിസ്ഫോടനത്തിൻ്റെ ഗണത്തിലുള്ള മഴയൊക്കെ ഒരു സ്പെല്ല് വന്നു കഴിഞ്ഞാൽ ഏത് പ്രദേശത്തായാലും അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാഹചര്യം ഇപ്പോൾ തന്നെ ഉണ്ട്. ഈ മേഘവിസ്ഫോടനം ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് കളമശ്ശേരിയിൽ ഈ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ മേഘവിസ്ഫോടനം എന്നുള്ളതും ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളതും? മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്ത് മേഘവിസ്ഫോടനം എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ മേഘവിസ്ഫോടനം സംഭവിക്കുന്നത് ഹിമാലയൻ റീജിയനിലും ഈ ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ ആയിരുന്നു. പക്ഷെ അതിൻ്റേതായിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഈ ഭൂമിശാസ്ത്രപരമായിട്ട് വലിയ ഹിമാലയത്തിൻ്റെ സ്വാധീനം, അതോടൊപ്പം തന്നെ അവിടുത്തെ വെതർ പാറ്റേൺ വ്യത്യസ്തമാണ്. അപ്പം പശ്ചിമവാദങ്ങളിൽ നിന്ന് വരുന്ന കാറ്റും മൺസൂൺ കാറ്റുകൂടെ വരുന്ന ഒരു കോമ്പിനേഷനാണ്. അതേസമയം നമ്മുടെ റീജിയനിൽ ഈ അടുത്ത കാലത്തായിട്ട് പ്രത്യേകിച്ചും മൺസൂൺ സീസണിൽ മേഘങ്ങളുടെ രൂപീകരണത്തിൽ വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. പണ്ട് കാലത്ത് മൺസൂൺ സമയത്ത് ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ വരെ ഉയരത്തിൽ പോരുന്ന മേഘങ്ങൾ ഇപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് ഹൈറ്റ് തന്നെ മാറിയിട്ടൊരു 10 കിലോമീറ്ററോളം ആയി. അപ്പോൾ ഈ 10 കിലോമീറ്റർ ഉയരത്തിലേക്ക് പോകുന്ന മേഘങ്ങൾ രൂപം കൊള്ളുമ്പോഴാണ് ഈ ഇടിമിന്നൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കഴിഞ്ഞ കുറേ കാലഘട്ടമായിട്ട് മൺസൂൺ സമയത്ത് മഴ കൊണ്ട് മാത്രമുള്ള പ്രശ്നമല്ല, കാറ്റിൻ്റെ കൂടി പ്രശ്നങ്ങൾ വരുന്നത്. അത് മിന്നൽ ചുഴിയുടെ രൂപത്തിലാണ് വരുന്നത്. അപ്പം മൺസൂൺ കാറ്റെന്ന് പറഞ്ഞാൽ തന്നെ 40 കിലോമീറ്റർ 50 കിലോമീറ്റർ വരെ സജീവ കാലഘട്ടത്തിൽ മൺസൂണിൻ്റെ കാറ്റ്. അതുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികളൊക്കെ ഈ സജീവ കാലഘട്ടത്തിൽ കടലിൽ മീൻ പിടിക്കാൻ പോകാത്തതും മറ്റും. അപ്പം മൺസൂണിൻ്റെ സ്വാഭാവികമായിട്ടുള്ള കാറ്റ്, അതിൻ്റെ സ്പീഡ് 40 കിലോമീറ്റർ 50 കിലോമീറ്റർ. അതോടൊപ്പം തന്നെ ഈ കൂമ്പാര മേഘങ്ങളുടെ ഉള്ളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു കാറ്റുണ്ട്, അതിന് ഡൗൺ ബേസ്റ്റ് എന്ന് പറയും. അപ്പോൾ ആ ഡൗൺ ബേസ്റ്റ് വരുമ്പോഴാണ് പറഞ്ഞ പോലെ മിന്നൽ ചുഴിയും വലിയ തോതിലുള്ള കാറ്റുകൊണ്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഓരോ മൺസൂൺ കാലഘട്ടത്തിൻ്റെയും അനുബന്ധിച്ച് പൊതുവെ മിന്നൽ ചുഴി അതും വ്യാപകമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നലെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള മേഖലകളിൽ പല പ്രദേശത്തും മിന്നൽ ചുഴി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് വ്യാപകമായിട്ടുള്ള കൃഷിയെ നശിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ KSEBക്ക് കോടിക്കണക്കിന് നഷ്ടങ്ങളും വരുത്തുകയാണ്. ഇത് പണ്ട് കാലത്ത് വളരെ കുറവായിരുന്നു. പണ്ട് കാലത്ത് കാരണം അപ്പോൾ അതാണ് ഈ മേഘങ്ങളുടെ ഘടന മാറുന്നത് കൊണ്ടുള്ള പ്രത്യാഘാതങ്ങളുടെ ഒന്നാണ് ഈ പറഞ്ഞ പോലെ കാറ്റിന്റെ രൂപത്തിൽ മിന്നൽ ചുഴികൾ ഉണ്ടാകുന്നത്. ലൈറ്റ്നിങ്ങിനുള്ള സാധ്യത മൺസൂൺ കാലത്ത് കുറവായിരുന്നു. നമുക്ക് പ്രീ മൺസൂണിലായിരുന്നു, ഈ പറഞ്ഞ പോലെ മാർച്ചിലൊക്കെയാണ് ലൈറ്റ്നിങ് കൂടുതൽ. അപ്പോൾ അത് മൺസൂൺ സമയത്തും ഈ മേഘങ്ങളുടെ ഘടന മാറുന്നതുകൊണ്ട് ലൈറ്റ്നിങ്ങിനുള്ള പൊട്ടൻഷ്യൽ കൂടുന്നു. അതോടൊപ്പം തന്നെ ഇത് ഒരു പ്രീ മൺസൂൺ സമയത്ത് ഉള്ള ക്ലൗഡിങ് സ്ട്രക്ചർ ആയിരിക്കത്തില്ല. അപ്പം ഈ മൺസൂൺ സമയത്ത് ക്ലൗഡ് കൂമ്പാര മേഘങ്ങളായിട്ട് മാറുന്നതോടൊപ്പം തന്നെ പടിഞ്ഞാറൻ കാറ്റ് ഈ നീരാവിയെ കൊണ്ടുവരുന്നതുകൊണ്ട് ഒരു പ്രദേശത്ത് തന്നെ വളരെ കൂടുതൽ സമയം നീണ്ടു പെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അപ്പോൾ അത് ഫ്ലാഷ് ഫ്ലഡ്, ഈ പറഞ്ഞ പോലെ മിന്നൽ പ്രളയങ്ങൾക്ക് വരെ കാരണമാകും. അപ്പോൾ ഈ രീതിയിലാണ് ഈ മഴയുടെ പെയ്ത്ത് രീതി. മിതമായ മഴ ദിനങ്ങൾ കുറയുന്നു, അതിതീവ്രമായിട്ടുള്ള മഴ ദിനങ്ങൾ കൂടുന്നു. അതോടൊപ്പം തന്നെ മേഘങ്ങളുടെ ഘടനയിൽ മാറ്റം വരുന്നു. ആ മേഘങ്ങളുടെ ഘടനയിൽ മാറ്റം വരുന്നതുകൊണ്ടാണ് പ്രാദേശികമായിട്ടുള്ള മിന്നൽ പ്രളയങ്ങൾക്കും ഈ മിന്നൽ ചുഴികൾക്കും അതോടൊപ്പം തന്നെ ലൈറ്റ്നിങ് തുടങ്ങിയുള്ള അപകട സാധ്യതകൾ മൺസൂൺ സമയത്തും കൂടി വരുന്നു എന്നുള്ളതാണ്. ഈ മേഘവിസ്ഫോടനത്തിനെതിരായ ഒരു മുൻകരുതലുകൾ ഏതെല്ലാം രൂപത്തിൽ സ്വീകരിക്കാൻ കഴിയും? കാരണം പ്രധാനമായും കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കളമശ്ശേരിയിലാണ്. ആ ഭൂപ്രകൃതി അല്ലെങ്കിൽ ആ ഭൂപ്രദേശത്തിനെതിരെ നിൽക്കുന്ന പ്രത്യേകതകളുണ്ടോ? സമാനമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഏരിയകൾ എങ്ങനെയാണ്? അല്ല, ഇത് നമ്മൾ ഈ മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞ് ആൾക്കാരെ പീഡിപ്പിക്കുന്ന തരത്തിലേക്ക് പറയേണ്ട കാര്യമില്ല. കാരണം അത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസരം കളമശ്ശേരിയിൽ ഉണ്ടായതുകൊണ്ടാണ്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തും ഒരുപക്ഷെ ഇത് ഉണ്ടായിക്കാണാം, റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇതിൽ ഉണ്ടായിട്ടുണ്ടാകും കേരളത്തിൽ. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനെ ക്യാപ്ചർ ചെയ്യുന്ന തരത്തിലുള്ള ഉപകരണ നിരീക്ഷണ സംവിധാനങ്ങൾ നമുക്കില്ല. കാരണം നമ്മുടെ റെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ തൊട്ട് നാളെ രാവിലെ 8:30 വരെയുള്ള റെയിൻ
മെഷർമെൻ്റ് ആണ്. അപ്പോൾ അതിനുള്ളിൽ ഏത് സമയത്ത് ഓരോ മണിക്കൂറിൽ എത്ര മഴ കിട്ടിയെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതി കൊണ്ടാണ് ഒരു പക്ഷേ പണ്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് 2021 ഇത് ഞങ്ങൾ ഇതിനെപ്പറ്റിയുള്ള ഫസ്റ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തതിന് ശേഷം പലരുടെ ഭാഗത്തു നിന്നും കേരളത്തിൽ മേഘവിസ്ഫോടനം ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു വലിയൊരു തോതിലുള്ള ധ്വനി ഉണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ AWS എന്ന് പറയുന്നത്, ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ്. ഓരോ മിനിറ്റിലും കിട്ടുന്ന മഴ അളക്കുന്ന തരത്തിലുള്ള ഉപകരണ സംവിധാനങ്ങൾ നമ്മൾ കൊച്ചിക്ക് ചുറ്റും 4-5 നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്തു. എറണാകുളത്ത് ഒന്ന് കൊച്ചി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ, പിന്നെ പിറവത്ത്, ചേർത്തല, മാലിയങ്കര, നേര്യമംഗലം. അപ്പം ഈ പ്രദേശങ്ങളിലാണ് കൂടുതൽ മഴ കിട്ടുന്ന സാഹചര്യമുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആദ്യമായിട്ട് കേരളത്തിൽ ഇതിനു മുമ്പ് മേഘവിസ്ഫോടനം ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷെ അത് ക്യാപ്ചർ ചെയ്തിട്ടില്ല. പക്ഷെ ആദ്യമായിട്ട് ക്യാപ്ചർ ചെയ്യപ്പെടുന്ന ഒരു മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ കളമശ്ശേരിയിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അവിടെ നമ്മൾ സൂചിപ്പിക്കേണ്ടത് പ്രാദേശികമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടന ഒരു പ്രശ്നമല്ല. ഏത് സ്ഥലത്തും നമ്മൾ വിചാരിച്ചത് ഈ മലയോര മേഖലയിൽ കുട്ടിക്കൽ ഉണ്ടായപ്പോൾ മേഘവിസ്ഫോടനമാണെന്ന് പറഞ്ഞു, ഇപ്പം വയനാട് ഉണ്ടായത് ലഘുമേഘവിസ്ഫോടനമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ ഈ മൗണ്ടൻ്റെ ഒരു സാമീപ്യം, അല്ലെങ്കിൽ ഓറോഗ്രാഫിക് ലിഫ്റ്റിംഗ് എന്നൊക്കെ പറയും. അപ്പം ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഓരോ പ്രദേശവും, നമ്മുടെ എല്ലാ പ്രദേശവും ഈക്വലി വണ്ണറബിൾ ആണെന്നുള്ളതിൻ്റെ ഒരു വലിയ സൂചനയാണ് ഈ പറഞ്ഞ പോലെ മേഘവിസ്ഫോടനം പോലുള്ള മഴ. കളമശ്ശേരി അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് കളമശ്ശേരിയിൽ വേറൊരു പ്രത്യേകതയൊന്നുമില്ല. ഇപ്പം ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയും വയനാട്ടിലും ഒക്കെ ഈ മലയുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറയാം. അത് അത്ര ഒരു സാഹചര്യമില്ല. അപ്പൊ അത്തരം മിഡ്ലാൻഡ് റീജിയനിലും ഇതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തെളിയിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതും നമ്മൾ മനസ്സിലാക്കേണ്ട, 1 മണിക്കൂറിൽ 10 സെന്റിമീറ്റർ മഴ പെയ്യുമ്പോഴാണ് അതിനെ മേഘവിസ്ഫോടനം എന്ന് ക്ലാസിഫൈ ചെയ്തിരുന്നത്. അതേസമയം 99 മില്ലിമീറ്റർ മഴ പെയ്താലും 100 മില്ലിമീറ്റർ, അതായത് 10 സെന്റിമീറ്റർ മഴ പെയ്താലേ മേഘവിസ്ഫോടനമായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തുള്ളൂ. അതേസമയം 99 മില്ലിമീറ്റർ മഴ പെയ്താലും മേഘവിസ്ഫോടനമായിട്ട് നമ്മൾ കാണും. പക്ഷേ ഈ 99 മില്ലിമീറ്റർ മഴ പെയ്യുന്നതിന്റെ തൊട്ട് അപ്പുറത്ത് ഈ റെയിൻ ഗേജ് ഉള്ളതിന്റെ വെളിയിലായിരിക്കും ചിലപ്പോൾ ഈ മഴ കിട്ടിയത്. അങ്ങനെയുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള മിസ്സാകുന്ന കേസുകളുണ്ട്. പക്ഷെ എന്നാൽ പോലും അതുകൊണ്ടാണ് ലഘുമേഘവിസ്ഫോടനം, അതായത് 1 മണിക്കൂറിൽ 10 സെന്റിമീറ്റർ കിട്ടണമെന്നില്ല, 2 മണിക്കൂറിൽ 15 സെന്റിമീറ്റർ കിട്ടിയാലും മതി. ദാറ്റ് വിൽ ഓൾസോ പ്രൊഡ്യൂസ് ദ സെയിം ഇമ്പാക്ട്. അതായത് ഇമ്പാക്ട് വേസ് അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ 2 മണിക്കൂറിൽ 15 സെന്റിമീറ്റർ കിട്ടിയാലും 1 മണിക്കൂറിൽ 10 സെന്റിമീറ്റർ കിട്ടിയാലും ഏകദേശം ഒരേ ഇമ്പാക്ട് ആയിട്ട് ഉണ്ടാകും. പക്ഷേ ഈ മേഘവിസ്ഫോടനം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ശേഷം വരുന്ന ആദ്യത്തെ മൺസൂൺ കൂടെയാണല്ലോ. അപ്പം നമ്മൾ ഇതിന് ഏത് തരത്തിലുള്ള പ്രിക്കോഷൻസ് ആണ് പുതുതായി എടുത്തിട്ടുള്ളത് എന്നുള്ളത്? ഇപ്പം ഈ മേഘവിസ്ഫോടനം അതിന്റെ എക്സാക്ട് ലൊക്കേഷനൊക്കെ നൗകാസ്റ്റിംഗ് വരുന്നുണ്ട്. നൗകാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പാക്ട് ബേസ്ഡ് ഫോർകാസ്റ്റ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഓരോ 3 മണിക്കൂർ ഇടവിട്ടും നമ്മുടെ ഫോർകാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് നൗകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 ദിവസത്തേക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് കൊടുക്കുന്നത്, ഒരു ലോങ് ലീഡ് കൊടുക്കുന്നത്. ഇന്നത്തെ ഫോർകാസ്റ്റ്, നാളത്തെ ഫോർകാസ്റ്റ് 5 ദിവസത്തേക്കാണ് അത് പൊതുവെ കൊടുക്കാറുള്ളത്, ജില്ല കേന്ദ്രീകരിച്ച്. പക്ഷെ നൗകാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 3 മണിക്കൂറും ഇത് അപ്ഡേറ്റ് ചെയ്യപ്പെടും. അതായത് അടുത്ത 3 മണിക്കൂറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് കൂടുതലും നമ്മൾ ആശ്രയിക്കുന്നത് റഡാർ സംവിധാനങ്ങളെയും ഉപഗ്രഹ സംവിധാനങ്ങളെയുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന റീജിയണിൽ ഈ ക്ലൗഡ് ബസ്റ്റിനോ അല്ലെങ്കിൽ ഇത്തരം ഈ മിന്നൽ ചുഴിക്കോ ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂർ മുന്നെയെങ്കിലും നമുക്ക് അത്തരം ഇൻഫർമേഷൻസ് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലാണ് ഇത്തരം ഇതിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മൾ. പക്ഷേ അതിന് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാനേ പറ്റും, അല്ലെങ്കിൽ നൗകാസ്റ്റ് ചെയ്യാനേ പറ്റും. ആൾക്കാർക്ക് ആ സമയം കൊണ്ട് എന്താണ് മുൻകരുതലുകൾ എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് നേരത്തെ പ്രിപ്പയർ ആയിരിക്കണം. അത്തരം ഒരു മഴ ഒരു സ്ഥലത്ത് ഇപ്പം മേഘവിസ്ഫോടനം വരുമ്പോൾ മാത്രം ഡ്രെയിനേജ് ക്ലീൻ ആക്കാൻ പോകരുത്. അപ്പം അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്ലാനിങ് ആണ് നമുക്ക് വേണ്ടത്. ഈ മഴയുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലും വാർത്തകളിലും കാണുന്ന ഒരു പദമാണ് ഈ ന്യൂനമർദ്ദം എന്നുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് ന്യൂനമർദ്ദം എന്നുള്ളതും ഇത് മഴയെ രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതും? മർദ്ദം കുറഞ്ഞ മേഖലയിലേക്ക് മർദ്ദം കൂടിയ മേഖലയിൽ നിന്നും വായുപ്രവാഹം ഉണ്ടാകുമ്പം അതിൻ്റെ കൺവർജൻസ് നടന്നിട്ട് മേഘരൂപീകരണം സാധ്യമാകുന്ന ഒരു സിസ്റ്റമാണ് ന്യൂനമർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇങ്ങനെ
ചക്രവാതത്തിലുള്ള അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിലുള്ള കറക്കമായിരിക്കും ഈ ന്യൂനമർദ്ദത്തിൽ. അതിലേക്ക് വായു വന്നിട്ട് വീണ്ടും അത് അവിടെ വലിയ മേഘരൂപീകരണം ഉണ്ടാകും. അത് ഇൻറ്റൻസിഫൈ ചെയ്തിട്ടാണ് പിന്നെ ഈ സൈക്ലോണൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത് പൊതുവേ പ്രീ മൺസൂൺ ടൈമിലൊക്കെ ഉണ്ടാകുന്നതിന്, അതോടൊപ്പം തന്നെ മൺസൂണിലും ഉണ്ടാകും. മൺസൂണിൽ കൂടുതലും ഉണ്ടാകുന്നത് മൺസൂൺ ലോ പ്രഷർ എന്ന് പറയും. അത് മൺസൂണിന് പൊതുവായിട്ട് തന്നെ നമുക്കൊരു ന്യൂനമർദ്ദ പാത്തിയുണ്ട്. അത് അറബിക്കടലിനോട് ചേർന്ന് പടിഞ്ഞാറൻ തീരത്ത് ഉണ്ടാകാറുണ്ട്. അത് ഓഫ് ഷോർ ട്രഫ് എന്ന് പറയും. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ നിന്നും അങ്ങ് പാകിസ്ഥാൻ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ന്യൂനമർദ്ദ പാത്തിയുണ്ട്. അത് മൺസൂൺ മഴപ്പാത്തി എന്ന് പറയും. നമ്മുടെ ആഗോള മഴപ്പാത്തി എന്ന് പറയുന്നത് MJO എന്നൊക്കെ പറയത്തില്ലേ, മാഡൻ ജൂലിയൻ ഓസിലേഷൻ എന്ന് പറയുന്ന പോലെ സമ്മർ മൺസൂണിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ് ഈ പറഞ്ഞ പോലെ മൺസൂൺ മഴപ്പാത്തി. ആ മൺസൂൺ മഴപ്പാത്തിയിൽ ചില അവസരങ്ങളിൽ ഈ ട്രഫ് പാത്തി ഇൻറ്റൻസിഫൈ ചെയ്തിട്ട് അവിടെ ലോ പ്രഷേഴ്സ് ഉണ്ടാകും. ആ ലോ പ്രഷർ ഇൻറ്റൻസിഫൈ ചെയ്തിട്ടാണ് സൈക്ലോണായിട്ടും അല്ലെങ്കിൽ ഡിപ്രഷനായിട്ടും സൈക്ലോണായിട്ടും പറഞ്ഞത്. അപ്പോൾ അങ്ങനെ മൺസൂൺ മഴപ്പാത്തി എസ്റ്റാബ്ലിഷ് ചെയ്തതിലുണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പശ്ചിമവാദത്തെ മൺസൂൺ സജീവമാകുന്ന കാലഘട്ടങ്ങളിൽ ഈ പടിഞ്ഞാറൻ കാറ്റിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്. അതായത് ഞാൻ ഒന്നുകൂടി സ്പെസിഫൈ ചെയ്താൽ ഇപ്പോൾ വാർത്തകളിലൊക്കെ കാണാം, ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം, കേരളത്തിൽ അടുത്ത 7 ദിവസത്തേക്ക് മഴ സാധ്യത എന്നുള്ളത്. അപ്പോൾ കുറെ കൂടെ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് രൂപകൽപ്പന ചെയ്യുന്നത് എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് മൺസൂൺ മഴപ്പാത്തി നിലനിൽക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ആ മൺസൂൺ മഴപ്പാത്തിയിലാണ് ന്യൂനമർദ്ദങ്ങൾ രൂപം കൊള്ളുന്നത് സജീവ കാലഘട്ടത്തിലേക്ക് പോകുന്ന അവസരങ്ങളിൽ. ആ ന്യൂനമർദ്ദം രൂപം കൊള്ളുമ്പോഴാണ് പടിഞ്ഞാറൻ കാറ്റിന് കൂടുതലും, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ, പടിഞ്ഞാറൻ കാറ്റിന് കൂടുതലും ശക്തി പ്രാപിക്കുന്നതും ആ കാറ്റ് ഏകദേശം നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിന് പെർപെൻഡിക്കുലറായിട്ട് ലംബമായിട്ട് വീശുന്ന തരത്തിലേക്ക് കാറ്റിൻ്റെ പാറ്റേൺ മാറും. ആ അവസരങ്ങളിലാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ മഴയുള്ള സാഹചര്യം. അപ്പോൾ അതാണ് ന്യൂനമർദ്ദങ്ങൾ, മൺസൂൺ സമയത്തുണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരം അതാണ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടായാലും കേരളത്തിൽ മഴ കിട്ടാനുള്ള കാരണം അതാണ്. ആ ഒരു റിമോട്ട് കണക്ഷനാണ്. അതേസമയം ന്യൂനമർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ, അറബിക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ പശ്ചിമ തീരത്തെ മഴ കിട്ടത്തുള്ളൂ, ബംഗാളിൽ മഴ കിട്ടത്തില്ല. അതേസമയം മൺസൂണിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടായാലും നമ്മുടെ പടിഞ്ഞാറൻ കാറ്റിനെ ശക്തിപ്പെടുത്തുന്നത് കാരണം നമ്മുടെ പശ്ചിമ തീരത്തും മഴ കിട്ടുമെന്നുള്ളതാണ്. അതാണ് ആ ഒരു മൺസൂൺ സമയത്തുണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങളും സാധാ സമയത്തുണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ 2-3 വർഷത്തെ മൺസൂൺ കാലത്തെ കാലാവസ്ഥ വ്യതിയാനം മൂലം അതല്ലെങ്കിൽ പ്രകൃതി ദുരന്തം മൂലമുള്ള പ്രത്യാഘാതങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ മൺസൂൺ കാലത്തെ അല്ലെങ്കിൽ പ്രീ മൺസൂണിന് ശേഷമുള്ള മഴയുടെ ഒരു കണക്കെടുപ്പിൽ ഈ പ്രദേശം, ഉദാഹരണത്തിന് പെട്ടിമുടി, കവളപ്പാറ, മുണ്ടക്കൈ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഒരു മഴയുടെ സ്റ്റാറ്റസ് എന്താണ്, അതല്ലെങ്കിൽ അവിടെ ഏതുതരം സിറ്റുവേഷനിലാണ് നമ്മൾ ഇപ്പോൾ റൺ ചെയ്യുന്നത് എന്നുള്ളത്? ഇത് 2018 ശേഷം 18 തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ട, അതായത് ഉപഗ്രഹ ചിത്രങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ 2000-3000 ലാൻഡ് സ്ലൈഡ്സ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂപ്രദേശം ഈ കൂടുതൽ വൾണറബിളായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു പക്ഷേ ആന്ത്രോപോജനിക്കായിട്ട് ഈ പറഞ്ഞ പോലെ വനങ്ങൾ വെട്ടി നശിപ്പിച്ചിട്ട് സ്വാഭാവികമായിട്ടുള്ള മരങ്ങളെല്ലാം മാറ്റിയിട്ട് പ്ലാന്റേഷൻ ക്രോപ്സിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ ഈ റോഡ് കട്ടിങ് അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു സൈഡ് നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് മഴയുടെ പാറ്റേണിൽ, പണ്ട് കാലത്ത് മിതമായിട്ട് നിന്നിരുന്ന നൂൽമഴയൊക്കെ ചെയ്തിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അതിതീവ്രമായിട്ടുള്ള മിനി ക്ലൗഡ് ബസ്റ്റ് അല്ലെങ്കിൽ ലഘുമേഘ വിസ്ഫോടനത്തിൻ്റെ ഗണത്തിൽപ്പെടുന്ന അതിതീവ്രമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത്. അപ്പോൾ ഈ മഴയുടെ പാറ്റേൺ മാറുന്നത് നമ്മുടെ ലാൻഡിന് നമുക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് പല പ്രദേശം. അപ്പോൾ ഈ ഓൾറെഡി തന്നെ നമുക്ക് ഈ അസാഡ് അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. ഹസാർഡ് മാപ്പ് എന്ന് പറയും, ഈ അപകട സാധ്യതയുള്ള. അപ്പോൾ ലാൻഡ് സ്ലൈഡിൻ്റെ കാര്യത്തിൽ ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിലിറ്റി മാപ്പുണ്ട്, ഹൈ ഹസാർഡ്, മീഡിയം ഹസാർഡ്, അതുപോലെ ലോ ഹസാർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ ക്ലാസിഫിക്കേഷൻ, അതായത് ഓരോ ഭൂപ്രദേശത്തിൻ്റെയും ഘടനയും അവിടുത്തെ ചരിവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഓരോ പ്രദേശത്തിനും ഉള്ള വൾണറബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ദുർബലത, ഈ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ പ്രദേശത്തിനും അല്ലെങ്കിൽ മലയോര മേഖലയിൽ ഓരോ പ്രദേശത്തിനും എത്രത്തോളം ദുർബലതയുണ്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഇത്തരം ദുർബലമായിട്ടുള്ള പ്രദേശങ്ങളിൽ അത് മീഡിയം ഹസാർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും മഴയുടെ പാറ്റേണിൽ മാറ്റം വന്നതുകൊണ്ട് ഹൈ ഹസാർഡിൽ ഉണ്ടാകുന്ന അതേ ഇമ്പാക്റ്റ് തന്നെ ഒരുപക്ഷെ മീഡിയം ഹസാർഡ്, അതായത് ചെറിയ
അപകട സാധ്യതയുള്ള മേഖലയിൽ പോലും മഴയുടെ പാറ്റേൺ മാറ്റം കൊണ്ട് കൂടുതൽ അപകട സാധ്യത ഉണ്ടാക്കാനുള്ള പാറ്റേണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരം ഈ പെർമനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ വരുന്ന അവസരങ്ങളിൽ ഇത്തരം ഒരു മീഡിയം ഹസാർഡിന് മുകളിൽ സാധ്യതയുള്ള പ്രദേശങ്ങളെല്ലാം അപകട സാധ്യത കൂടിയ പ്രദേശങ്ങളായിട്ട് നമ്മൾ പരിഗണിക്കണം. അപ്പോൾ അവിടെ ഒരു 2 ദിവസം 3 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന തുടർച്ചയായിട്ടുള്ള മഴ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഓരോ പ്രദേശത്ത് അനുസരിച്ച് മാറ്റം വരും. ഇപ്പം മുണ്ടകയിലുണ്ടായ അതേ അവസ്ഥ തന്നെയല്ല മറ്റ് പല പ്രദേശം, അത് പല ജോഗ്രാഫിക്കലായിട്ട് എത്രത്തോളം സ്ട്രീംസ് അവിടെ ഉണ്ടാകുന്നു, ആ കാച്ച്മെൻറ്റിൽ എത്രത്തോളം വെള്ളം ശേഖരിക്കപ്പെടുന്നു, അവിടുത്തെ ജിയോളജി എങ്ങനെയാണ്, ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മുടെ പാറയുടെ ഘടനയൊക്കെ എങ്ങനെയാണ്, ഇതിനെയൊക്കെ അനുബന്ധിച്ച് അതുപോലെ തന്നെ നമ്മുടെ ബെഡ് റോക്കിൻ്റെ മുകളിൽ എത്രത്തോളം ഓവർ ബർഡൻ തിക്നെസ് എന്ന് പറയുന്നത്, അതായത് എത്രത്തോളം മണ്ണ് ഉണ്ട്. അപ്പോൾ മണ്ണിൻ്റെ ആ ഒരു തിക്നെസ് കൂടുന്നതനുസരിച്ച് അപകടത്തിൻ്റെ തീവ്രതയും കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് അത്രയും മണ്ണ് ജലപൂരിതമാകാൻ കുറേ സമയമെടുക്കും. പക്ഷെ അത് സമയമെടുത്ത് ജലപൂരിതമായിട്ട് വീണ്ടും ഒരു സ്ലൈഡ് ഉണ്ടാകുമ്പം അത്രയും വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം അത്തരത്തിൽ ഓരോ മേഖലയ്ക്കും അതിൻ്റെതായിട്ടുള്ള പൊട്ടൻഷ്യലാണുള്ളത്. ഈ മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലാണ് ഈ ഉരുൾപൊട്ടൽ പ്രവചനം നേരത്തെ സാധ്യമാകുന്ന ഒരു സംവിധാനം എന്നുള്ളതിൽ ചർച്ചകൾ വരുന്നത്. സ്വാഭാവികമായും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായി, വലിയ പ്രത്യാഘാതം നാടൊന്നാകെ അനുഭവിച്ചു. ഇനിയുള്ള ഒരു മൺസൂൺ കാലയളവിൽ അതല്ലെങ്കിൽ ഒരു മുൻകരുതൽ എന്ന നിലക്ക് ഉരുൾപൊട്ടലിനെ നമുക്ക് പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ടോ, അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൽ നിന്നൊരു പ്രിക്കോഷൻസ് എടുക്കേണ്ടത് എന്നുള്ളത്? അതിനാണ് ആദ്യം നമുക്ക് വേണ്ടത് ഉരുൾപൊട്ടൽ സാധ്യതാ മാപ്പ് തയ്യാറാക്കുക എന്നുള്ളത്. അത് ഹൈ റെസൊല്യൂഷൻ, അത് കഡസ്ട്രിയൽ ലെവലിലുള്ള അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ വാർഡുകൾ അടിസ്ഥാനത്തിൽ ഉള്ള ഇത്തരം മാപ്പുകൾ, ഇവൻ വാർഡുകൾ തന്നെയല്ല, ഒരു 100 മീറ്റർ അല്ലെങ്കിൽ പ്രദേശങ്ങളെ ഐഡന്റിഫൈ ചെയ്തിട്ട് അത്തരം ലോക്കലൈസ്ഡ് മാപ്പുകൾ ഉണ്ടാക്കി വെക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. മനസ്സിലാവും. 1:5000 സ്കെയിലിലൊക്കെയുള്ള ഹൈ റെസൊല്യൂഷൻ മാപ്പുകൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കിനിയും ഇത്തരം പ്രാദേശികമായിട്ടുള്ള വൾണറബിലിറ്റി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതർവൈസ് നമ്മളൊരു വലിയ റീജിയന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പഞ്ചായത്തിന് മുഴുവനായിട്ട്, ഇപ്പം മേപ്പാടി പഞ്ചായത്തിന് മുഴുവനായിട്ട് ഒരു മാപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആ പഞ്ചായത്തിൽ തന്നെ അപകട സാധ്യത കൂടിയ മേഖലയും കാണും, കുറഞ്ഞ മേഖലയും കാണും. അതിനെ നമുക്ക് ഗ്രാഫിൽ അതിനെ നമുക്ക് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്താ പറയുക, ഈ പ്രിക്കോഷൻസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്തരം ഹൈ റെസൊല്യൂഷൻ മാപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഇതെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഓരോ പ്രദേശത്തിനും ഈ ഉരുൾപൊട്ടലിന് ഒരു എന്താ പറയുന്നത്, ഒരു കണ്ടീഷനിങ് ഫാക്ടേഴ്സ് ഉണ്ട്, ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട്. കണ്ടീഷനിങ് ഫാക്ടേഴ്സ് പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്നത്, ആ പ്രദേശത്തിൻ്റെ ചരിവ് അല്ലെങ്കിൽ ജിയോളജി അല്ലെങ്കിൽ സോയിലിൻ്റെ തിക്നെസ്, ഇതൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഇതൊക്കെ ഓരോ പ്രദേശത്തും സ്ഥായിയായിട്ടുള്ള സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ്. അപ്പം അത് ഒരു ഫാക്ടറാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇതിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടർ. ഇപ്പം ഈ ഒരു പ്രദേശത്ത് ഓരോ പ്രദേശത്തും ഇപ്പം മുണ്ടകയിൽ ദുരന്തം ഉണ്ടായ സമയത്ത് കാലിക്കട്ട്, മലപ്പുറം, കണ്ണൂർ ജില്ലയിലെല്ലാം ഏകദേശം ഒരേ തരത്തിലുള്ള മഴയാണ് ലഭിച്ചത്. എന്തുകൊണ്ട് മുണ്ടകയിൽ മാത്രം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ റീജിയന് അത്രത്തോളം വൾണറബിലിറ്റി ഉണ്ട്, ഭൂമിശാസ്ത്രപരമായിട്ട് അത് അത്രത്തോളം വൾണറബിലിറ്റി ഉണ്ട്. അപ്പം അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം എന്നിട്ട് ഓരോ പ്രദേശത്തിനും ഉൾക്കൊള്ളാൻ കഴിയുന്ന മഴയുടെ അളവ് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പം മുണ്ടകയിൽ 20 സെൻറ്റിമീറ്ററിന് മഴയ്ക്ക് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും. അത് അപ്പുറത്ത് മാറി വൈത്തിരിയിലോ അല്ലെങ്കിൽ തവിഞ്ഞാലോ ഒരു 30-40 സെൻറ്റിമീറ്റർ പെയ്താലായിരിക്കും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത്. അപ്പം ഇത്തരത്തിൽ ഓരോ പ്രദേശത്തിൻ്റെയും ക്യാരിയിങ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന്, അല്ലെങ്കിൽ എത്രത്തോളം മഴയെ ഒരു പ്രദേശത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കി കഴിഞ്ഞാൽ മഴയുടെ ഒരു ഫോർകാസ്റ്റൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു തമ്പ് റൂളായിട്ട് കുറേയൊക്കെ സ്റ്റേജിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. അതിന് ഹൈ ഡെൻസിറ്റി പറഞ്ഞ പോലെ AWS സ്റ്റേഷൻ, ഓട്ടോമാറ്റിക്കായിട്ട് മഴ അളക്കുന്ന ഉപകരണങ്ങൾ വേണം. പിന്നെ ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാക്കുന്ന തുടക്കം ട്രിഗർ ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്, ഈ ലാൻഡിൻ്റെ സ്ലൈറ്റ് മൂവ്മെൻ്റ് ഒക്കെ മെഷർ ചെയ്യുന്ന തരത്തിലുള്ള സെൻസറുകളുണ്ട്, ഈ ഇലക്ട്രോണിക് സെൻസറുകളുണ്ട്. അതായത് ആക്സിലറോമീറ്റർ, എക്സ്റ്റൻസോമീറ്റർ, അലർട്ട്, അതൊക്കെ ഈ വയർലെസ് സെൻസറുകളാണ്. ഒരു സ്ഥലത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡിൽ ചെറിയൊരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ സെൻസർ അതിൽ ഡിറ്റക്റ്റ് ചെയ്യും. എന്നിട്ട് അത് നമുക്ക് അലർട്ടായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു മൾട്ടി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ മാത്രമേ നമുക്ക്
ഒരു പ്രദേശത്ത് ഉള്ള ഏതെങ്കിലും മുൻകരുതൽ എടുക്കാൻ. മുൻകരുതൽ എടുക്കാം. പക്ഷെ എല്ലാ പ്രദേശത്തും ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും പറ്റില്ല, അതെ, പ്രായോഗികമായി പ്രായോഗികമല്ല. അപ്പൊ അത്തരം ഹൈ ഹസാർഡ് ഏരിയ കണ്ടെത്തി അവിടെയെങ്കിലും കുറഞ്ഞ പക്ഷം അപകട സാധ്യത ഏറ്റവും കൂടുതലുള്ള പ്രദേശത്തെങ്കിലും ഗൗരവമായിട്ടുള്ള സ്ഥലങ്ങളിലെങ്കിലും ഇത്തരം ഉപകരണങ്ങളും അധിഷ്ഠിതമായിട്ടുള്ള സെൻസറുകളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ സംവിധാനങ്ങൾ ഒരുക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരുടെ അവയർനെസ്. ഓരോ പ്രദേശത്തും താമസിക്കും. ഇപ്പം മുണ്ടകയിലായാലും ഈ വിഷയം കണ്ടപ്പം അവർക്ക് മനസ്സിലാക്കണം, അതായത് 1984 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന ഒരു റീജിയനാണ്. ഇപ്പം 2019 തൊട്ടടുത്ത് കവലപ്പാറയിൽ, പുത്തുമലയിലുണ്ടായി. 2020 അതിനുശേഷം അതേ പ്രദേശത്ത് തന്നെ സെയിം റീജിയനിൽ തന്നെ ഉരുൾപൊട്ടലുണ്ടായി. അപ്പോൾ ആ പ്രദേശത്തിന്റെ അപകട സാധ്യത അത്രത്തോളം ഉണ്ടെന്ന് ആ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർ ആദ്യമേ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ ഗവൺമെന്റ് മെക്കാനിസം മാത്രമല്ല, നമ്മൾ ആ ഓരോ പ്രദേശത്തിൻ്റെയും താമസിക്കുന്ന ആൾക്കാർ കൂടി ഈ അവരുടെ പ്രദേശം എത്രത്തോളം സേഫാണ് അല്ലെങ്കിൽ എത്രത്തോളം വൾണറബിൾ ആണെന്ന് മനസ്സിലാക്കണം. അപ്പം ഈ ഒരു പ്രോസസ്സിൽ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു തദ്ദേശീയമായിട്ട് ജനകീയ പങ്കാളിത്തത്തോടു കൂടി ജനങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തരത്തിലുള്ള മുൻകരുതൽ സംവിധാനങ്ങൾ ഒരുക്കിയാൽ മാത്രമേ അത് എഫക്റ്റീവായിട്ട് ഗ്രൗണ്ട് ലെവലിൽ നമുക്ക് പ്രായോഗികമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷെ ആ ഘട്ടത്തിൽ പോലും ഇപ്പൊ നമുക്ക് കഴിഞ്ഞ മൺസൂൺ കാലത്താണ് സംസ്ഥാനത്ത് ഏറ്റവും വലിയ ദുരന്തം എന്ന നിലക്ക് ഇവിടെ മുണ്ടക്കയിൽ ദുരന്തം ഉണ്ടാകുന്നത്. അതിനുശേഷം വരുന്ന മൺസൂൺ എന്ന നിലയ്ക്ക് സംസ്ഥാനത്തൊട്ടാകെ ഏതെങ്കിലും നിലയ്ക്ക് ഇത്തരത്തിൽ സാധ്യതാ പ്രദേശങ്ങളുടെ ഒരു മാപ്പിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയ്ക്കൊരു മുൻകരുതലുകൾ ഈ മൺസൂണിലേക്ക് എത്തിയിട്ടുണ്ടോ? അതിനുശേഷം ഈ പറഞ്ഞ പോലെ എല്ലാ ജില്ലകളിൽ കേന്ദ്രീകരിച്ചും ഈ സൈറനുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപകട സാധ്യത മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ സൈറനിലൂടെ ആൾക്കാർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന തരത്തിൽ പിന്നീട് ജനകീയ പങ്കാളിത്തത്തോടുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മാപ്പുകൾ പബ്ലിക്കലി അവൈലബിൾ അല്ല, ഒരുപക്ഷെ ഗവൺമെന്റ് മെക്കാനിസത്തിൽ ഇന്റേണലി ജനറേറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ചിലുള്ള കാര്യങ്ങൾ ഇപ്പം എല്ലാ പഞ്ചായത്തുകൾക്കും ദുരന്ത നിവാരണ പ്ലാൻ ഉണ്ടാക്കാനുള്ള ഒരു പ്രോസസ്സിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സമയമെടുക്കും, ഇതൊക്കെ ഉണ്ടായി വരാൻ സമയമെടുക്കും. അപ്പം ലോക്കൽ ലെവലിൽ ഇംപ്ലിമെന്റേഷന് വളരെ സമയമെടുക്കും. പക്ഷെ അതർവൈസ് ആ ഒരു ഡയറക്ഷനിലാണ് ഇപ്പം ദുരന്ത നിവാരണ പദ്ധതികൾ പഞ്ചായത്തുകൾക്ക് പോലും ഈ പറഞ്ഞ പോലെ അവരുടെ ബഡ്ജറ്റിലൊക്കെ ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതികളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേരളത്തിന് സമാനമായി സമീപത്ത് ഏതെല്ലാം പ്രദേശങ്ങളിലാണ് തുടരെ ഈ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്നത്? ഒപ്പം കേരളത്തിലെ ഒരു ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി ഉൾപ്പെടെയുള്ള ഏറ്റവും ബേസിക് ആയ സെറ്റിങ്സിലൊരു പുനരാലോചന ഡിസൈനിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ആവശ്യമായ ഒരു സാഹചര്യമാണോ ഈ കാലാവസ്ഥയുടെ ഇമ്പാക്ട് കൂടെ ഇങ്ങനെ മാറി മാറി വരുന്നത് എന്നുള്ളത്? അല്ല, കാലാവസ്ഥയുടെ ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു ഫാർ റീച്ചിങ്, ഒരു മൾട്ടി ഡയമെൻഷനിലായിട്ട് നമ്മൾ കൈകാര്യം ചെയ്തത്. നമ്മൾ ഇപ്പം സംസാരിച്ചത് മൊത്തം ദുരന്തത്തെ, മഴയും അതിനോടനുബന്ധിച്ചുള്ള ദുരന്തത്തെ ആസ്പദമാക്കി മാത്രമേ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് കാലാവസ്ഥാ വ്യതിയാനം കാരണം ജനങ്ങളുടെ ജീവന് മാത്രം കേന്ദ്രീകരിച്ചുള്ള ദുരന്ത നിവാരണത്തെ പറ്റി മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ അതിനേക്കാളും ഉപരി കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, ഫോർ എക്സാമ്പിൾ കാർഷിക മേഖലയിൽ ഇപ്പോൾ 2024 ഏറ്റവും കൂടുതൽ ഏലം കൃഷി നഷ്ടപ്പെട്ടു. അത് ഹീറ്റ് വേവ് കാരണം ഉണ്ടായ സാധനമാണ്. അതേസമയം ചിലപ്പോൾ ഒരുപക്ഷെ ഈ അടുത്ത ഫ്ലഡ് കാരണം ഈ നെൽകൃഷി നശിക്കുന്ന അവസരം ഉണ്ടാകാറുണ്ട്. അപ്പം ചൂട് കൂടുന്നതും നമുക്ക് പ്രശ്നമാണ്, മഴ അതായത് മഴ പ്രതീക്ഷിക്കാത്ത സമയത്ത് മഴ വരുന്നത് പ്രശ്നമാണ്. അപ്പോൾ ഇത്തരത്തിൽ കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്തേണ്ടതുണ്ട്. മത്സ്യബന്ധന മേഖലയിൽ പ്രത്യേകിച്ചും മത്സ്യലഭ്യത കടലിൻ്റെ കാലാവസ്ഥയായിട്ട് കുറയുന്നു. പിന്നെ ഇത് ആരോഗ്യം, അതുപോലെ തന്നെ മൃഗസംരക്ഷണം, അങ്ങനെ പല മേഖലയിലും ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഇമ്പാക്റ്റ് വലിയ തോതിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേകിച്ചും ജനങ്ങളുടെ ജീവനെ ആസ്പദമാക്കി മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. പക്ഷേ ജീവനോപാധിയുടെ ഒരു പ്രശ്നം കൂടിയാണ്. മത്സ്യബന്ധനത്തിൻ്റെ മത്സ്യലഭ്യത കുറയുന്നത്, കൃഷിയിൽ ഉണ്ടാകുന്ന ഉൽപാദനക്ഷമത കുറയുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പാർട്ടായിട്ട്. പിന്നെ ആരോഗ്യത്തിൽ, കാരണം ഈ ഒരു ഫ്ലഡ് വന്നാലും ഒരു ഡ്രൗട്ട് വന്നാലും
പലതരത്തിലുള്ള കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട്, സാംക്രമിക രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അതിൻ്റെ ഒരു സ്പ്രെഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, മാനസികാരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പല പല പ്രത്യാഘാതങ്ങളും പല സ്കെയിലിൽ നമ്മൾ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതലും മഴയുടെയും കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ദുരന്തവുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമാണ് ചുരുക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇതൊരു വലിയ ലെവലിൽ, പ്രത്യേകിച്ചും ജനങ്ങളുടെ ജീവനോപാധിയെ കൂടി ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നമാണെന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു